അയ്യപ്പസ്വാമിമാർക്ക് പാപനാശിനിയായി ഉരക്കുഴി സ്നാനം. അയ്യപ്പാനുഗ്രഹത്തിനായി മല കയറുന്ന തീർത്ഥാടകർക്ക് പാപമോക്ഷത്തിനായുള്ള പുണ്യതീർത്ഥമായി പാണ്ടിത്താവളത്തിനടുത്തെ ഉരക്കുഴി ജലപാതം. അയ്യപ്പ ദർശന ശേഷം ഇവിടെ മുങ്ങിക്കുളിച്ചാണ് മിക്കവരും മലയിറങ്ങുന്നത്. പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്ത് വരുന്നവർ ഇവിടെ മുങ്ങിയതിനു ശേഷം ദർശനം നടത്തുന്നു. മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ ഈ കാനന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സന്നിധിയിൽ എത്തിയെന്നാണ് വിശ്വാസം. ഇതിന്റെ ചുവട് പിടിച്ചാണ് അയ്യപ്പ ഭക്തർ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ മുങ്ങിക്കുളിക്കുന്നത്. പമ്പാ നദിയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന് കീഴെയാണ് ഉരക്കുഴി തീർത്ഥം. വെള്ളം സ്ഥിരമായി പതിച്ച പാറ ഉരൽ പോലെ കുഴിയായെന്നും ഉരൽക്കുഴി ലോപിച്ച ഉരക്കുഴി ആയെന്നുമാണ് വിശ്വാസം. ഒരു സമയം ഒരാൾക്ക് മാത്രമാണ് ഇവിടെ മുങ്ങിക്കുളിക്കാൻ കഴിയുക. ഉരൽക്കുഴിയിലെ കുളി പാപനാശിനിയാണെന്ന് ഭക്തർ കരുതുന്നു. അയ്യപ്പ ദർശനത്തിന് മുൻപും ദർശനത്തിനു ശേഷവും ഇവിടെ എത്തി മുങ്ങിക്കുളിച്ചാൽ പാപമോക്ഷം നേടുമെന്നാണ് വിശ്വാസം. ഉരക്കുഴി കാണാനും ഇവിടെ കുളിക്കാനുമായി നിരവധി ഭക്തരാണ് എത്തുന്നത്. ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പന്മാരിൽ ഭൂരിഭാഗം ആളുകളും ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് അവരെ തിരിച്ച് മടങ്ങിപ്പോകുന്നത്. ഈ ഉരൽക്കുഴി തീർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട്. അയ്യപ്പൻ മഹർഷി നിഗ്രഹത്തിന് ശേഷം ഈ തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചുവെന്നാണ്